ഹായ്, ഇസ്മി പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ടോളിവുഡ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പി ലൈഫ് ഫസ്റ്റ് കോപ്പ് ഓൺ ഓൾവേസ് പോസിറ്റീവ് ആയി. ഗോട്ട്, ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. ദളപതി വിജയുടെ ഏറ്റവും പുതിയ ചിത്രമാണ് ഗോട്ട് എന്നത്. സെപ്റ്റംബർ 5 ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തും. ദളപതി വിജയും വെങ്കട് പ്രഭുവും ആദ്യമായി ഒന്നിക്കുന്ന ചിത്രമാണ് ഗോട്ട് എന്നത്. അതായത് വെങ്കട് പ്രഭു ആദ്യമായിട്ടാണ് വിജയെ വെച്ചൊരു ചിത്രം സംവിധാനം ചെയ്യുന്നത്. ഈ ചിത്രത്തിന് ഇത്രയേറെ എക്സ്പെക്റ്റേഷൻ ഉണ്ടാവാനായിട്ടുള്ള കാരണമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത്, ദളപതി വിജയും അതോടൊപ്പം വെങ്കട് പ്രഭു ഈ ഒരു കോമ്പിനേഷനാണ്. കാരണം വെങ്കട് പ്രഭുവിൻ്റെ പ്രീവിയസ് ഫിലിംസ് നോക്കുമ്പോൾ മങ്കാത്തയും മാനാടും ഒക്കെ ഒരു പ്രത്യേകതരം ജോണറിലുള്ളൊരു പടങ്ങളായിരുന്നു. അതുതന്നെയല്ല, കൂടുതൽ റിപ്പീറ്റ് വാല്യൂ ഉള്ള പടങ്ങളായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഡയറക്ടർ അജിത്തിന് ഐക്കോണിക്കായിട്ട് 50ാമത്തെ ചിത്രം കൊടുത്ത മങ്കാത്ത, അതോടൊപ്പം സിംബുവിൻ്റെ തിരിച്ചുവരവ് കണ്ട മാനാട്, ഇതുപോലുള്ള ചിത്രങ്ങളൊക്കെ കണ്ടു കഴിയുമ്പോൾ വിജയെ വെച്ച് അദ്ദേഹം ഒരു സിനിമ ചെയ്യുമ്പോൾ അത് വേറൊരു ലെവലായിരിക്കും എന്നൊരു എക്സ്പെക്റ്റേഷനാണ് ഈ ചിത്രത്തിന് മേലുള്ളൊരു എക്സ്പെക്റ്റേഷൻ വെക്കുവാനായിട്ടുള്ള എൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എനിക്കിത് ഒരു എക്സ്പെക്റ്റേഷൻ കൂടുവാനായിട്ടുള്ള കാരണമെന്ന് പറയുന്നത് അത് തന്നെയാണ്. അതോടൊപ്പം യുവശങ്കർ രാജയും വിജയും കൂടിയുള്ള രണ്ടാമത്തെ ചിത്രം എന്നതും മറ്റൊരു പ്രത്യേകതയാണ്. അതായത് ആദ്യ ചിത്രം പുതിയഗിരിയായിരുന്നു, രണ്ടാമത്തെ ചിത്രമാണ് ഇത് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ഗോട്ട്. അതും മറ്റൊരു പ്രത്യേകതയാണെന്ന് പറയാം. അതോടൊപ്പം AGS എൻ്റർടൈൻമെൻറ്റ് നിർമ്മിക്കുന്ന രണ്ടാമത്തെ ചിത്രം, ആദ്യ ചിത്രം ബിഗിലായിരുന്നു, വിജയെ വെച്ച് രണ്ടാമത്തെ ചിത്രമാണ്. അതോടൊപ്പം AGSൻ്റെ 25ാമത്തെ ചിത്രമാണ് ഗോട്ട് എന്നതും മറ്റൊരു പ്രത്യേകതയാണ്. അതോടൊപ്പം AGS പ്രൊഡക്ഷൻ തുടങ്ങിയിട്ട് 25 വർഷമായി. അതിൽ 25ാമത്തെ ചിത്രം ഗോട്ട് എന്നതും മറ്റൊരു പ്രത്യേകതയാണ്. ചിത്രം സെപ്റ്റംബർ 5 തിയേറ്ററുകളിലേക്ക് എത്തും. പിന്നെ മറ്റൊരു എക്സ്പെക്റ്റേഷൻ വയ്ക്കാനുള്ള മറ്റൊരു കാരണം എന്ന് പറയുന്നത്, മരിച്ചുപോയ വിജയകാന്ത്, ക്യാപ്റ്റൻ വിജയകാന്തിൻ്റെ ആ ഒരു AI രീതിയിലുള്ള ആ ഒരു AI വെച്ചുള്ള ക്യാരക്ടർ, വിജയകാന്തിൻ്റെ ക്യാരക്ടർ കൊണ്ടുവരുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. അപ്പോൾ ആ ഒരു സീൻ ഉറപ്പായിട്ടും തമിഴ്നാട്ടിൽ ഓളം വയ്ക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം തമിഴകത്തെ ഒരു സൂപ്രധാനമായിരുന്നു വിജയകാന്ത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തെ വീണ്ടും സ്ക്രീനിൽ കാണുമ്പോൾ തമിഴ്നാട്ടുകാർക്ക് അതൊരു ആവേശമായിരിക്കും. അതും മറ്റൊരു പ്രത്യേകതയാണ്, അല്ലെങ്കിൽ അത് മറ്റൊരു എക്സ്പെക്റ്റേഷൻ വയ്ക്കാവുന്ന അല്ലെങ്കിൽ ഒരു ഘടകമാണ് ചിത്രത്തിനുള്ളത്. പിന്നെ പ്രശാന്ത്, പ്രഭുദേവ തുടങ്ങിയ കാസ്റ്റിങ്, അങ്ങനെ നീണ്ടുവന്ന് മോഹന്, ജയറാം, അങ്ങനെയുള്ള കാസ്റ്റിങ്ങും എല്ലാം കൊണ്ടും നല്ല ഫൈറ്റ് സീൻസും ചെയിൻ സീൻസും എല്ലാം കൊണ്ടും ചിത്രം മിന്നിക്കുമെന്നാണ് തോന്നുന്നത്. പിന്നെ ചിത്രത്തിലെ പാട്ടുകളൊന്നും അത്ര സൂചിച്ചില്ല എങ്കിലും നല്ലൊരു കണ്ടന്റ് ഉണ്ടെങ്കിൽ, പാട്ടുകളൊന്നും ഹിറ്റായില്ലെങ്കിലും നല്ല കണ്ടന്റ് ഉണ്ടെങ്കിൽ അതിനെല്ലാം പ്രേക്ഷകർ മറക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതുവരെയുള്ള റെക്കോർഡുകൾ നോക്കുമ്പോൾ കേരളത്തിലെ പ്രീസെയിൽ ഇതുവരെ 3 കോടിക്ക് മേളിൽ പോയിരിക്കുകയാണ് പ്രീസെയിൽ. കർണാടകയിൽ 3 കോടിക്ക് മേളിലായിരിക്കുന്നു. തമിഴ്നാട്ടിൽ 10 കോടി കഴിഞ്ഞിരിക്കുന്നു പ്രീസെയിൽ. അതോടൊപ്പം വേൾഡ് വൈഡ് നോക്കുമ്പോൾ 35 കോടി കഴിഞ്ഞിരിക്കുന്നു. ഇനിയുമുണ്ട് ചിത്രം റിലീസ് ചെയ്യുവാനായിട്ട്, മണിക്കൂറുകൾ ഇനിയുമുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും 40 കോടിക്ക് മേളിൽ പോകുമെന്നാണ് തോന്നുന്നത് പ്രീസെയിൽ. അങ്ങനെ റെക്കോർഡ് പ്രീസെയിൽ ബുക്കിംഗ് ഒക്കെയാണ് എല്ലാ ഏരിയയിലും നടക്കുന്നത്. വിജയ് ചിത്രത്തിനത് സ്വാഭാവികമാണെന്ന് പറയാം. അതോടൊപ്പം കേരളത്തിൽ പുലർച്ചെ 4 മണിക്കാണ് ഷോയ്. FTFS ആരംഭിക്കുക പുലർച്ചെ 4 മണിക്കായിരിക്കും. തമിഴ്നാട്ടിൽ രാവിലെ 9 മണിക്കായിരിക്കും. അതുകൊണ്ട് തന്നെ ദളപതി തിരുവഴയായിരിക്കും സെപ്റ്റംബർ 5 എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ പാർട്ടി രൂപീകരിച്ച് തമിഴക വെട്രി കഴകം ആരംഭിച്ചതിന് ശേഷം ഇറങ്ങുന്ന അദ്ദേഹത്തിൻ്റെ ആദ്യ ചിത്രം എന്ന പ്രത്യേകതയും ഇതിനുണ്ട്. അദ്ദേഹത്തിൻ്റെ അവസാനമായ ചിത്രം ഇറങ്ങിയത് ലിയോയായിരുന്നു. ലിയോയ്ക്ക് ശേഷം വരുന്ന ചിത്രം എന്ന പ്രത്യേകതയും ഗോട്ടിനുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും വളരെയധികം എക്സ്പെക്റ്റേഷൻ, സ്റ്റാർട്ടിങ്ങിൽ എക്സ്പെക്റ്റേഷൻ കുറവായിരുന്നെങ്കിലും ട്രെയിലർ വന്നതോടുകൂടി എക്സ്പെക്റ്റേഷൻ കൂടി. പിന്നീട് റിലീസ് അടുക്കുന്തോറും എക്സ്പെക്റ്റേഷൻ പിന്നെയും കൂടിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇൻ്റർവ്യൂ, അതായത് ഡയറക്ടർ വെങ്കട് പ്രഭുവിൻ്റെ ഇൻ്റർവ്യൂസും അതോടൊപ്പം പ്രൊഡ്യൂസർ അർച്ചന കൽപാത്തിയുടെ ഇൻ്റർവ്യൂസൊക്കെ കാണുമ്പോൾ എല്ലാവരും വളരെ കോൺഫിഡൻ്റ് ആണ്. അപ്പോൾ എങ്ങനെ പോയാലും വിജയ് സിനിമയ്ക്ക് ഹിറ്റോ ഫ്ലോപ്പോ ഒരു ആവറേജ് കളക്ഷൻ ഉണ്ടാവും. അതോടൊപ്പം ചിത്രം പോസിറ്റീവ് വന്നാൽ പിന്നെ കളക്ഷന് എവിടെ ചെന്ന് നിൽക്കുമെന്ന് നമുക്ക് പറയാനാവില്ല. കാരണം വിജയ് ചിത്രത്തിന് പോസിറ്റീവ് വന്നാൽ അത് കൊലത്തൂക്കായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതായാലും ആദ്യ ദിനം റെക്കോർഡ് കളക്ഷൻ ഇടാനുള്ള എല്ലാ ചാൻസുകളും കാണുന്നുണ്ട്. പ്രീസെയിലൊക്കെ അതിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇനിയും മണിക്കൂറുകളുണ്ട്. അപ്പോൾ ഇനിയും കൂടുതൽ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാനുള്ള ചാൻസുമുണ്ട്. അങ്ങനെയാണ് ഫസ്റ്റ് ഡേ റെക്കോർഡ് ഇടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതായാലും സെപ്റ്റംബർ 5 വിജയ് ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം ദളപതി തിരുവഴയായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു ഡൗട്ടുമില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോ കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.